രണ്ടാഴ്ച മുമ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയിൽ ഒരു പേപ്പർ കൊടുത്തിരുന്നു നമ്മുടെ പ്രശാന്തിനെക്കുറിച്ച്, ദേവസ്വം ബോർഡിൻ്റെ PS പ്രശാന്തിനെക്കുറിച്ച്. അപ്പോൾ PS പ്രശാന്തിനെ കൊടുത്തിരുന്ന ആ പേപ്പർ എന്ന് പറയുന്നത് 2025 വീണ്ടും ദ്വാരപാലക 2018 കൊടുത്തതിൻ്റെ കഥയെ 19 കൊടുത്തതിൻ്റെ കഥയെ കഴിഞ്ഞില്ല, അതിൻ്റെ ദുരന്തങ്ങളെ കിടക്കുന്നു. അപ്പോഴാണ് 2025 ദ്വാരപാലകം വിഗ്രഹം ഇളക്കി വീണ്ടും കൊടുത്തിരിക്കുന്നു. അത് ഇളക്കി വീണ്ടും സ്വർണം പൂശാൻ ഇവർക്കൊരു തലയ്ക്ക് പ്രാന്താണെന്നാണ് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്വർണം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് തോന്നുമ്പോഴൊക്കെ ജ്വല്ലറി പോയി വാങ്ങുന്നതിന് വരെ ദ്വാരപാല വിഗ്രഹം ഇളക്കും. അപ്പോൾ അത് നല്ലൊരു സുഖമുണ്ടല്ലോ. നേരത്തെ ഇളക്കി അത് ആരും അറിഞ്ഞില്ല. 18ലോ 19ലോ ഇറക്കി. 19 19, 20, 5 വർഷം മുമ്പ് 6 വർഷം മുമ്പ് ഇളക്കിയത് ആരും അറിഞ്ഞില്ല. അപ്പോൾ കുഴപ്പമില്ലല്ലോ. വീണ്ടും 5-6 വർഷം കൂടുമ്പോൾ സ്വർണ്ണം ഇളക്കിക്കൊണ്ട് പോയിട്ട് ചെമ്പാണെന്ന് പിത്തളാണെന്ന് എഴുതി പിടിപ്പിച്ചിട്ട് സ്വർണ്ണം പൂശെന്ന് പറഞ്ഞ് കണക്കുണ്ടായിക്കൊണ്ട് വെച്ചാൽ ആവശ്യത്തിന് സ്വർണ്ണം അടിച്ച് മാറ്റാമല്ലോ. നല്ല സുഖമല്ലേ. എന്തായാലും പ്രശാന്ത് റഡാറിൽ വന്നു കഴിഞ്ഞു. പ്രശാന്തിൻ്റെ അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രശാന്തിനെ ചോദ്യം ചെയ്യാനുള്ള മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. കാരണം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇത് ഞാൻ പറയാൻ കാരണം, പത്മകുമാറിനെ കഴിഞ്ഞ ശേഷം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകാനാണ് SIT തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ SITയുടെ ചിന്ത. അപ്പോൾ അത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല, ജയറാമിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അത് ഇലക്ഷനെ ബാധിക്കും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതിലൊരു പൊളിറ്റിക്കൽ പ്രഷർ SITയുടെ പുറത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും വെങ്കടേഷ് IPSും മറ്റു ഉദ്യോഗസ്ഥർ, ശശിധരൻ ഉദ്യോഗസ്ഥരെല്ലാം സർക്കാരിൻ്റെ കീഴിലുള്ളവരാണല്ലോ. അപ്പോൾ അവർക്കൊരു സമ്മർദ്ദമുണ്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവർ, അതായത് 14 തീയതി വരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 12 തീയതി വരെയെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെയോ അല്ലെങ്കിൽ ജയറാമിനെയോ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ അടുത്തവർ ഡൈവേർട്ട് ചെയ്ത് പോയിരിക്കുന്നതാണ് PS പ്രശാന്തിൻ്റെ അറസ്റ്റ് മിക്കവാറും ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ എന്തായാലും ചോദ്യം ചെയ്യലിന് കത്ത് കൊടുക്കും. ആ മൊഴികളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും മൊഴികളിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം അങ്ങനെയാണല്ലോ ഹൈക്കോടതിയിൽ പോയിരിക്കുന്ന പേപ്പർ. ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം കമ്മീഷണറൊക്കെ ഹൈക്കോടതിയിലെ കമ്മീഷണർക്ക് കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ പരാതി. അങ്ങനെ 2 ആഴ്ച മുമ്പ് കൊടുത്തല്ലോ. സ്വാഭാവികമായിട്ടും PS പ്രശാന്ത് അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വരുന്ന ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. അദ്ദേഹത്തെ കൂടെ കഴിയുമ്പോൾ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ആൾറെഡി റഡാറിലായി കഴിഞ്ഞു. പിന്നെ വരുന്ന ആ പ്രൊഫൈലിൽ വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വാസവൻ മന്ത്രിയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്ക് വേറെ വീഡിയോ നാളെ മറ്റോ ചെയ്യാം. അതിൻ്റെ വിശദാംശങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വാസവൻ മന്ത്രിയുടെ. എന്തായാലും PS പ്രശാന്ത് പെടും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ ആദ്യം ചോദ്യം ചെയ്യാൻ വിളിക്കും, നമ്മളെ പത്മകുമാരനെ വിളിച്ചതുപോലെ മൊഴിയെടുക്കാൻ വിളിക്കും. മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വീഴ്ച ചെയ്തു എന്ന് പ്രശാന്തിന് സമ്മതിക്കാതിരിക്കാൻ കഴിയത്തില്ല. പ്രശാന്ത് സമ്മതിക്കുന്നതോടുകൂടി പ്രശാന്തിൻ്റെ അറസ്റ്റും രേഖപ്പെടുത്തേണ്ടി വരും. അങ്ങനെ അടുത്ത വിക്കറ്റും വീഴും. ദേവസ്വം ബോർഡിൻ്റെ 3ാമത്തെ പ്രസിഡൻറ്റും അയ്യപ്പൻ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ച കാലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കള്ളന്മാരും അകത്താവുന്ന രീതിയിലാണ് വരുന്നത്. എന്തായാലും PS പ്രശാന്തിൻ്റെ അറസ്റ്റാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാനുള്ളത്. അത് നടക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള വിഷയങ്ങളും മറ്റ് UPയിലെ ഇവിടുത്തെ അയോധ്യയിലെ ഒരുപാട് വിഷയങ്ങളൊന്നും കൊണ്ടുവന്ന് ആരും ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യേണ്ട. അടുത്ത അറസ്റ്റ് എന്ന് പറയുന്നത് PS പ്രശാന്താണ്.